ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറയുന്നു ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി പോകുന്നുണ്ട്. അതുപോലെ എന്തുകൊണ്ട് മറ്റുള്ളവർ ചെയ്തില്ല? ഈ മിന്നു മുനീർ എന്ന് പറയുന്ന ആൾക്ക് തന്നെ 1, 2, 3, 4 പേരുടെ അടുത്തുനിന്ന് അനുഭവം വന്നിട്ട് ഇവർ പഠിച്ചില്ലേ? ആ പുള്ളിക്കാരത്തി തന്നെയാണ് അടുത്ത ആരോപണങ്ങളായിട്ട് വരുന്നത്. സിദ്ദിഖ് എന്റെ സുഹൃത്ത്, തന്നോട് സിദ്ദിഖ് മോശമായി ഒരു വാക്കാലോ പ്രവൃത്തിയാലോ പെരുമാറിയിട്ടില്ല എന്നും അത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആശാശരത്. ഒരാളുടെ പെരുമാറ്റം വിചാരിക്കും ഒരാൾ നമ്മളെ ജഡ്ജ്. ചിലപ്പോൾ പറയും നമ്മളിപ്പോൾ കാശുകാരുടെ മക്കളായാലും ഇല്ല ഒരു ഡയറക്ടറിന്റെ പ്രൊഡ്യൂസറിന്റെ മകളാണെങ്കിൽ നമുക്ക് അനുഭവം ഉണ്ടാവുകയില്ല. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് കയറി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. അങ്ങനെയായിരിക്കാം. ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചു. നടൻ ബാബുരാജിനെതിരെ ആരോപണമായി യുവനടി. ആലുവയിൽ വീട്ടിൽ വെച്ച് മോശമായി സംസാരിച്ചു, ലൈംഗികമായി പീഡിപ്പിച്ചു. സഹോദര തുല്യനായാണ് കണ്ടത്. അവസരം നൽകാമെന്ന് പറഞ്ഞാണ് വിളിപ്പിച്ചത്. ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഒരു പെണ്ണിനോട് സെക്ഷലി സംസാരിച്ചാൽ പോലും പീഡിപ്പിച്ചെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു സെക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയുന്നതാണ് നിങ്ങൾ പറ. എന്തായാലും പീഡിപ്പിച്ചില്ലേ പോലും പീഡിപ്പിച്ചു എന്ന് പറയുന്ന പോലെയാണ് ഇപ്പം റീസെന്റ് ആയിട്ട് ഒരു ഡോക്ടറിന്റെ ഒരു റേപ്പ് കേസ് വന്നു. ആ സമയത്ത് ഈ മീഡിയാസ് ആരും ഒരു അക്ഷരം അധികം വേണ്ടിയിട്ടില്ല. എന്ത് ഹേമ കമ്മിറ്റി വന്ന് വിട്ട റിപ്പോർട്ടിന്റെ പുറകെയാണ് ഇത്രയും പ്രശ്നങ്ങൾ. അവർ പിടിപ്പിച്ചു, ഇവർ പിടിപ്പിച്ചു. എന്താ ആ ഒരു ഡോക്ടർക്ക് അങ്ങനെ സംഭവിച്ചപ്പോൾ പോലും എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ആരും പറഞ്ഞില്ല. ഒരു ഹേമ കമ്മിറ്റി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി പറയാന്നുള്ളൊരു ധൈര്യം, ഈ കാണിച്ച ധൈര്യമായിരുന്നു ഇതിന് മുമ്പും കാണിക്കേണ്ടിരുന്നത്. ഒരു പ്രാവശ്യം സംഭവിച്ചാൽ അടുത്ത പ്രാവശ്യം സംഭവിക്കാൻ നിന്ന് കൊടുത്ത പോലെയാണ്. ഇപ്പൊ ബാബുരാജ് നല്ലവനാണെന്നോ സിദ്ദിഖ് നല്ലവനാണെന്നോ എന്നല്ല ഞങ്ങൾ പറയാൻ പോകുന്നത്. ഇപ്പൊ ഇതില് മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അവർക്ക് തന്നെ അറിയത്തില്ല. മുകേഷ് ഒരു യൂട്യൂബിൽ ഇന്റർവ്യൂല് പറയുക 10-30 വർഷത്തിന് മുമ്പ് നടന്നാടേ. ഒരു പഴയ കാലഘട്ടത്തിലുള്ള ഹീറോയിൻസ് ആണ് ഇപ്പൊ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അതിന് മുമ്പിലേക്ക് ആരും വന്നിട്ടില്ല. ഷൂട്ടിങ്ങിനിടെ അപകടം, 1 വർഷമായിട്ട് നടക്കാൻ കഴിയുന്നില്ല, മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് അയച്ച നടി. അതാണ് ഓരോ പ്രശ്നത്തിന്റെ ഇടയ്ക്ക് നടുക്ക് വേറെ പ്രശ്നങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ ഇതിനകത്ത് ഏതാ ശരി ഏതാ തെറ്റെന്ന് പോലും നമുക്ക് മോഹൻലാൽ എന്തിനു രാജിവെച്ചു? ഒരു ഇഷ്യൂ അലിഗേഷൻ വരുമ്പോഴത്തേനും അപ്പം നോക്കിയാൽ പോരെ. അച്ഛൻ മകളെ കെട്ടിപ്പിടിച്ചാൽ പോലും അത് തെറ്റായ രീതിക്ക് ഇന്നത്തെ കാലത്ത് വന്നുണ്ട്. ഏതാ ഹനകൃഷ്ണന്റെ ആ ഫാമിലിയിൽ എന്തോ റിലേറ്റഡ് ആയിട്ട് അത് പറഞ്ഞ് നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടില് നമ്മളോടത്ത് ഇപ്പൊ സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്ലസ് ആണ്. തെറ്റായ രീതിക്ക് നോക്കിയാൽ പോലും അവർക്ക് അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാം. അത് നല്ല രീതിക്ക് ഉപയോഗിക്കുന്നവരും ഉണ്ടാവും, ചീത്ത രീതിക്ക് ഉപയോഗിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ നമ്മൾ എടുക്കുന്ന കാഴ്ചപ്പാടിനെ പോലെ ആയിരിക്കും അത്. ശരിക്കും ശ്വേത മേനോനകത്ത് പറഞ്ഞു അമ്മയുടെ ആദ്യ വനിത വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ അഭിമാനം, നന്ദിയും. ശ്വേതമേനോൻ പറയുന്നതും പൃഥ്വിരാജ് പറയുന്നതും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി വരേണ്ടത് ഒരു സ്ത്രീ ആയിരിക്കണമെന്ന്. മോഹൻലാൽ രാജിവെച്ച് പോകുമ്പോഴും അതേ മോഹൻലാൽ പറയുന്നുണ്ട് നല്ല ഒരാൾ നമുക്ക് നയിക്കാൻ പറ്റുന്ന രീതിക്ക് ഒരാൾ വരട്ടെ എന്ന്. ആ ശാപം നമുക്ക് കിട്ടാൻ പാടില്ല. ആന്റണി അയാൾ പരമാവധി എന്നെ ഒഴിവാക്കാൻ നോക്കിയിട്ടും ലാൽ സാർ സമ്മതിച്ചില്ല. ഒരു നടി അതിനെ കുറിച്ച് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ. പൃഥ്വിരാജ് ആയാലും ഇതിനെതിരെ പറയുന്നതെല്ലാം ശരിക്കും ഈ ഒരു വിമർശനത്തിനെതിരെ നിൽക്കുന്നവരും ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ആശാശരത്ത് പോലെയുള്ളവർ എങ്ങനെയാണ് ശരിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു അടിസ്ഥാനം ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഒരാൾക്കെതിരെ അലിഗേഷൻ കൊടുക്കാൻ പറ്റുക? രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു, എന്തോ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന് വരെയും പറയുന്നുണ്ട്. ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വണ്ടി തട്ടിയാൽ പോലും വണ്ടി തട്ടിയ CCTV ഉണ്ടോ, ആ വണ്ടി തട്ടിയത് എവിടെ വെച്ചാണ്, വീടിന്റെ ഫോട്ടോ, സൈഡിന്റെ ഫോട്ടോ, എല്ലാ കാര്യങ്ങളും വരയ്ക്ക് നോക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അടുത്ത്, നമ്മുടെ സമൂഹം. അപ്പോൾ ഒരു അലിഗേഷൻ വന്നു കഴിയുമ്പം അതിന് മതിയായ തെളിവുകളില്ലാതെ എങ്ങനെ എടുക്കാൻ പറ്റും? ശരി, ഒരു റേപ്പ് അറ്റംപ്റ്റ് നടന്ന ഓരോ വ്യക്തിക്ക് തെളിവ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നില്ല ആരുടെ ഭാഗത്ത് നിൽക്കണം. ഒരു 5 പേര് മുമ്പോട്ട് വരുന്നതിൽ 3 പേര് പറയുന്ന സത്യമായിരിക്കും. പക്ഷെ ഈ 2 പേര് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുമ്പോൾ നമുക്ക് അവര് കാരണം ബാക്കി എല്ലാവരും നമുക്ക് സംശയം വരും. ഇതിലിപ്പോ ആ കേസ് മെയിനായിട്ട് നമുക്ക് സംശയം വന്നാൽ ജയസൂര്യയുടെ ഇതില്ല, അവർ മാറ്റി പറഞ്ഞാണ് ഇപ്പൊ നമുക്ക് അവരെ സംശയത്തിൽ ആ സംശയം വരുമ്പോഴത്തേന് അതുപോലെ ഒരു മീഡിയ ചാനലിൽ മാത്രം, ഒരു പർട്ടിക്കുലർ മീഡിയ ചാനൽ, ഒരു ന്യൂസ് ചാനൽ മാത്രമാണ് എല്ലാവരും പറയാൻ പായിട്ട് കൊടുത്തു തുടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ട് ആ പർട്ടിക്കുലർ ചാനൽ ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നടന്നു? ഇന്നത്തെ കാലഘട്ടത്തിൽ യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റാ, ത്രെഡ്സ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, അങ്ങനെ എത്ര ഇപ്പൊ നമ്മള് വയനാട് വരുന്ന ഇപ്പൊ ആരെങ്കിലും പറയാനുണ്ടോ? അവിടെ കുടുങ്ങിയ ഇപ്പഴും പറഞ്ഞോണ്ടിരിപ്പുണ്ട്. അർജുൻ അതിനെ പറ്റിയൊന്നും നമ്മൾ സംസാരിക്കണ പോലില്ല. ആ സമയത്ത് ഓണം വരെയും വയനാട് ദുരന്തത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. ഇപ്പൊ ഓണത്തിനോട് അടുക്കാറ് ആരെങ്കിലും വയനാട് ദുരന്തത്തെ കുറിച്ച് ഇപ്പൊ ഓണം വരാറായി. ഇപ്പൊ ഈ സംഭവം ഇപ്പൊ കുറെ സിനിമകൾ ഇറങ്ങും. ഈ ന്യൂസും മറന്നുപോയി എല്ലാവരും. പക്ഷെ ഇത് ഇപ്പം മോശമായ രീതിക്ക് അനുഭവം ഉണ്ടായി എന്ന് പറയുന്നവരോട് ഈ റിപ്പോർട്ടേഴ്സ് ചെയ്യുന്ന അറിയാം, കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന്. എന്നെ ബലമായി പുറകിൽ നിന്ന് കടന്നാക്രമിച്ചു, ബലമായി എന്നെ ചുംബിച്ചു, എന്റെ കഴുത്തിൽ തൊട്ടു, അങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ തൊട്ടു എന്ന് നമ്മളൊരു പബ്ലിക്കിനോട് പറയുമ്പം സത്യമാണെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടണം. സത്യം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു കുടുംബമുണ്ട്, കുട്ടികളും ഉണ്ട്, അവർ ഈ അലിഗേഷനകത്ത് വരുവാണെന്നും കൂടി നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ ഈ ഇന്ന് പറയുന്നത് ഞാൻ ഇന്ന വ്യക്തിയാണ്, നാളെ ഞാൻ ഇയാളല്ല എന്ന് പറയും. പക്ഷെ അയാളുടെ മേത്തുണ്ടായ കറ ഒരിക്കലും പോകാൻ പോകുന്നില്ല. ജയസൂര്യ ആണെങ്കിൽ ജയസൂര്യ ആണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. ഇത് രണ്ടും പറയാതെ ആ പുള്ളിക്കാരന്റെ മേത്ത് അലിഗേഷൻ ഇടുന്ന പോലെയാവും. ആ പുള്ളിക്കാരൻ തിരിച്ച് കേസ് കൊടുക്കും എന്ന് വന്നതിന് ശേഷമാണ് ഈ പേര് മാറ്റി പറയാൻ തുടങ്ങിയത്. ശരിക്കും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നത്
ശരിക്കും ഈ ഫിലിം ആക്ടിംഗ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഈ പാർവതി തിരുവോത്ത് പോലുള്ളവർക്ക് കുറെ ചാൻസസ് ഒക്കെ നിഷേധിച്ചു. പൃഥ്വിരാജ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ വരുന്നൊക്കെ അങ്ങനെ കുറെ ഇപ്പൊ നമുക്ക് ഇപ്പൊ അവരുടെ കൈകൊണ്ട് മാത്രം നിൽക്കുന്ന നടിമാര് ഇപ്പൊ പാർവതി അങ്ങനെ കുറെ ആക്ട്രസസ് ഉണ്ട്. ഇപ്പൊ അവർക്കും ചീത്തപ്പേരാവും. അതാ പറയണേ. ഇപ്പൊ മൊത്തം നമ്മുടെ കാഴ്ചപ്പാടിൽ ഇപ്പൊ മൊത്തം ഇൻഡസ്ട്രി അങ്ങനെയാണെന്നുള്ള ചിന്താഗതി. അപ്പൊ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ പോസ്റ്റ് ഇട്ടാൽ മാത്രമേ ഓക്കെ ഇവർക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് വിശ്വസിക്കണമെന്നില്ല കേട്ടോ. അത് ആൾക്കാരുടെ ഇതുപോലെ ഇപ്പൊ അമ്മ കമ്മിറ്റി ഫുൾ പിരിച്ചു വിട്ടു. ഇനി അതിന് ലോ കോളേജിലെ പിള്ളേർ കൊണ്ട് റീത്ത് വെച്ചു. അങ്ങനെ കുറെ ഇത് വന്നിട്ടുണ്ട്. ശരിക്കും സത്യം ഏത് കള്ളയേതെന്ന് നമ്മളിലേക്ക് എത്തിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ. അവരെ തന്നെ പല വഴിച്ച് മാറ്റിക്കൊണ്ടിരുന്നത്. ചിലത് എഡിറ്റഡ് വീഡിയോസ്, മമ്മൂട്ടിക്കെതിരായിട്ടുള്ള വീഡിയോസ് എഡിറ്റഡ് ആയിട്ടാണ്. ഇപ്പം ഈ ലിസ്റ്റിൽ വരാത്ത 2-3 പേരുള്ളൂ. കുഞ്ചാക്കോ ബോബൻ, ദുൽഖർ, നീവും പോളി, അങ്ങനെ അസിഫ് അലി മെയിനിട്ട് വരുന്നുണ്ട്. ഇത്രയും പേര് മാത്രമേ ഇപ്പത്തേക്ക് നിലവിൽ വരാത്തുള്ളൂ. അലിഗേഷൻസിന്റെ അകത്താണ്. ആ കാലഘട്ടം തൊട്ട് ഈ കാലഘട്ടം വരെയുള്ള എല്ലാവരും അതിനകത്താണ്. ശരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് പ്ലസ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇതിനകത്തുള്ളവരുടെ ഇന്റൻഷൻ എന്നാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ചിന്തിക്കാൻ മാത്രമേ ഇതുകൊണ്ട് പറ്റത്തുള്ളൂ. ഉണ്ടാവാതിരിക്കട്ടെ. ഒരു പീരിയഡ് സമയത്ത് പോലും അവർക്ക് പാഡ് ചെയ്യാനോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനോ അങ്ങനെ UTI വന്നവരും ഉണ്ടെന്ന് പറയുന്നു. ശരിയാണ്. ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. നമുക്ക് സ്ത്രീകൾക്കാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മളും ശരിയാണ്, ആ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ അലിഗേഷൻ വന്നുകൊണ്ട് ഇതിന് മുമ്പ് നടന്ന ഏറ്റവും വലിയ ദുരന്തം, ആ വയനാട്ടിൽ നടന്ന ദുരന്തത്തിനേക്കാൾ വലിയൊരു ദുരന്തം അല്ലല്ലോ ഇത്. ഇപ്പൊ ഇന്ന് നടന്ന ദുരന്തമാണെങ്കിൽ ഇവരൊക്കെ പറഞ്ഞതിനകത്ത് അർത്ഥമുണ്ട്. വയനാട് ദുരന്തത്തിൽ എത്ര പേര് മരിച്ചു, എത്ര പേർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു, അതിനെക്കുറിച്ച് ഇപ്പം ആരും ചിന്തിക്കുന്നില്ല. ഒരു കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ ഇതും മറന്നു പോകും. പക്ഷേ ഈ അലിഗേഷൻസ് വന്നവരുടെ കുടുംബം, അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇപ്പം ഞാൻ ജയസൂര്യയുടെ മേത്തൊരു പഴി ഇട്ടു, 2 ദിവസം കഴിയുമ്പോൾ അത് മറന്നു പോയെന്ന് പറഞ്ഞാൽ ആ ആൾക്കൊരു ഭാര്യയും കുട്ടികളും ഉണ്ട്. സിദ്ദിഖിനായാലും ശരി, അയാളുടെ മകൻ മരിച്ചതിന്റെ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വന്നതേ ഉള്ളൂ. അയാൾ ദിലീപ് ആയാലും ശരി, എങ്ങനെയായാലും ശരി,